സ്ത്രീ എന്ന് പറയുന്നത് ഒരു റോളർ കോസ്റ്ററാണ്, ഹോർമോണൽ റോളർ കോസ്റ്ററാണ്. കൗമാരത്തിലാണെങ്കിലും അതുപോലെ തന്നെ യൗവനത്തിൽ, അതുപോലെ പീരിയഡ് സമയത്ത്, ആർത്തവിരാമ സമയത്തൊക്കെ ഓരോ തരത്തിലുള്ള ഹോർമോണുകളാണ് വരുന്നത്. അതായത് ഈസ്ട്രജനും പ്രൊജസ്റ്റിറോണും ഇങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കും, ആരോഗ്യ പ്രശ്നങ്ങൾ സ്ത്രീകൾക്ക് വരാം. അപ്പോൾ അതിൽ മെയിനായിട്ട് കാണുന്ന ഒരു ബുദ്ധിമുട്ടാണ് നമുക്കറിയാം PCOD എന്ന് പറയുന്നത്. PCOD പലപ്പോഴും പല ആളുകളും വിചാരിക്കുക സ്ത്രീകളിൽ, മുതിർന്ന ആളുകളിലാണ് ഇത് കൂടുതലും വരിക എന്നുള്ളത്. ഒരു ഏജ് ഗ്രൂപ്പ് ക്രോസ് ചെയ്തതിന് ശേഷം അതെ മാത്രമേ വരുള്ളൂ. പക്ഷെ ഇന്നിപ്പോൾ കുട്ടികളിൽ വരെ, ചെറിയ മക്കളിൽ, അതായത് 11 വയസ്സ് മുതലുള്ള കുട്ടികളിൽ വരെ ഇന്ന് PCOD കണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, ലൈഫ് സ്റ്റൈലും ഫുഡ് ഹാബിറ്റ്സിലൊക്കെ വരുന്ന മാറ്റങ്ങൾ, അതുപോലെ തന്നെ പാരമ്പര്യമായിട്ട് വീട്ടിലാർക്കെങ്കിലും PCOD പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയും കുട്ടികളിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ PCOD എന്ന് പറയുമ്പോൾ നമുക്കറിയാം അണ്ഡാശയത്തിൽ വരുന്ന കുമിളകളാണ്. അപ്പോൾ ഇങ്ങനെ അണ്ഡാശയത്തിൽ കുമിളകൾ വരുമ്പോൾ പലതരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചസ് വരാം. ആൻഡ്രോജൻ, അതായത് പുരുഷ ഹോർമോണുകൾ കൂടുതലാവാണ് PCOD കണ്ടീഷനിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഈ രോമ വളർച്ചയൊക്കെ വരുന്നത്. പുരുഷന്മാരെ പോലെ ചിന്നിൽ, അതുപോലെ ചെസ്റ്റിൻ്റെ ഭാഗത്തൊക്കെ രോമ വളർച്ച വരാം. അതുപോലെ തന്നെ മീശ വളരുന്നതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഈ ഹോർമോണൽ ചേഞ്ചസ് ഉള്ളത് കൊണ്ട് തന്നെ അവർക്ക് മൂഡ് സ്വിങ്ങിങ്സ് ഒക്കെ കൂടുതലായിരിക്കും ഈ PCOD ഉള്ള ആളുകളിൽ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ആർത്തവ പ്രശ്നങ്ങളാണ്. ചില പേഷ്യൻസൊക്കെ വന്ന് പറയാറുണ്ട്, ഡോക്ടർ മെഡിസിൻ എടുത്താൽ മാത്രമേ ആർത്തവം വരുള്ളൂ, 1-2 മാസമായി ആർത്തവം വന്നിട്ട് പീരിയഡ്സ് തീരെ ആവുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ സ്കാൻ എടുക്കുമ്പോഴാണ് അവർക്ക് PCOD ഉള്ളതായിട്ട് അറിയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചില ആളുകൾക്ക് മുഖത്ത് പിമ്പിൾസ് വരാം, അതുപോലെ മുടി കൊഴിച്ചിലുണ്ടാവാറുണ്ട്, അമിതമായിട്ടുള്ള വണ്ണം വെക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് PCODയിൽ നമ്മൾ ഈ മെൻസസിൻ്റെ ഇറഗുലാരിറ്റീസ് പറഞ്ഞ പോലെ തന്നെയാണ് സ്ത്രീകൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ അമിതവണ്ണം, അല്ലാന്നുണ്ടെങ്കിൽ അക്കാന്തോസിസ്, നമ്മുടെ കഴുത്തിൻ്റെ പിറകിലുള്ള കറുപ്പ് നിറത്തെക്കുറിച്ചിട്ട്. ചില ആൾക്കാർക്ക് കൂടുതലായിട്ട് ആക്നേസ് വരാറുണ്ട്, പിമ്പിൾസ് നിറയെ വരാറുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ സൗന്ദര്യത്തെ ബാധിക്കുന്നു എന്നുള്ള പേടി കൊണ്ട് തന്നെ അവർ പലരും സെക്ഷൽ ലൈഫിൽ നിന്ന് തന്നെ ഇൻറ്റിമസി നന്നായിട്ട് കുറയുന്നുണ്ട്. കപ്പിൾസിൻ്റെ ഇടയിൽ ഇൻറ്റിമസി കുറയുന്ന ഒരു കാരണമായിട്ടുണ്ട്. പബ്ലിക് അപ്പിയറൻസ് വരുന്ന സമയത്ത് പോലും അത് അവരെ വല്ലാതെ ഭയപ്പെടുത്തുന്നു, ഒരു ആങ്ഷ്യസ്നെസ് ഉണ്ടാക്കുന്നു. അപ്പോൾ ഇത് സ്ത്രീകളുടെ ലൈഫിനെ ശരിക്കും ഒരു ലൈംഗിക ജീവിതത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതെൻ്റെ ഭർത്താവ് ഏത് രീതിയിൽ ചിന്തിക്കുന്നു, എൻ്റെ ആകൃതിയെക്കുറിച്ച്, എൻ്റെ ബോഡി ഷേപ്പിനെ കുറിച്ചെല്ലാം ഏത് രീതിയിൽ അത് അവർ കണക്കിലെടുക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് തന്നെ വളരെയധികം ആങ്ഷ്യസ് ഉള്ള ലേഡീസാണ്. ഇപ്പോൾ PCODയിൽ ഇപ്പോൾ ഈ ഹോർമോണൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ മൂഡ് സ്വിങ്ങിങ്സ് നന്നായിട്ട് വരാം. ദേഷ്യം, അതുപോലെ തന്നെ സങ്കടം വരിക, ഡിപ്രഷൻ പോലെ, ആൻസൈറ്റി പോലെയുള്ള ഇഷ്യൂസൊക്കെ വരാം. അപ്പം അങ്ങനെയുള്ള ആളുകളിലും ഈ ഒരു ലൈംഗിക താല്പര്യക്കുറവ് വരാം സ്ത്രീകളിൽ. പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രത്യേകിച്ച് ലൈംഗിക പ്രശ്നങ്ങൾ വരുമ്പോൾ സ്ത്രീകളൊന്നും പ്രത്യേകിച്ച് ചികിത്സ ഒന്നും എടുക്കാറില്ല. അവരേത് നോർമൽ ഇതായിട്ടാണ് കണ്ടുവരുന്നത്, നോർമലാണ്, എല്ലാവരിലും ഇങ്ങനെ ആയിരിക്കാം എന്ന് ചിന്തിക്കുന്ന സ്ത്രീകളുണ്ട്. പിന്നെ മാത്രമല്ല ഈ പീരീഡ്സിന്റെ ടൈമിൽ ഉണ്ടാകുന്ന പെയിൻ പോലും അതൊരു കോമൺ ആണ്, എനിക്കിത് സഹിക്കേണ്ടതാണ് എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ആളുകളാണ് കൂടുതലും. പലപ്പോഴും ഇങ്ങനത്തെ ലൈംഗിക പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഹസ്ബൻഡുമാരായിരിക്കും നിർബന്ധിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകുന്നത്. ക്ലിനിക്കിൽ വരുമ്പോൾ പോലും ലേഡീസിന്റെ സിംറ്റം കൂടുതലും ചിലപ്പോൾ പറയുന്നത് ഭർത്താക്കന്മാരായിരിക്കും. പലപ്പോഴും പുറത്ത് പറയാനുള്ളൊരു മടിയുണ്ട്. അതുപോലെ തന്നെ അവർക്ക് അവരുടെ വീട്ടുജോലി, അവരുടെ കുടുംബം, കുട്ടികൾ, ആ ഒരു തിരക്കിനിടയിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ശ്രദ്ധിക്കാറില്ല. അതൊക്കെ എല്ലാം നോർമലായിട്ട് ഉള്ളതാണെന്ന് വിചാരിച്ച് ചികിത്സയൊന്നും എടുക്കാറില്ല പലപ്പോഴും. പ്രത്യേകിച്ച് വർക്കിംഗ് വുമൻസിന്റെ ഇടയിലും അങ്ങനെ തന്നെയാണ്. അവരത് ഒട്ടും ശ്രദ്ധിക്കാതെ തന്നെ സ്വന്തം ആരോഗ്യം മറന്നുകൊണ്ട് കുട്ടികൾ, ജോലി, വീട്ടുകാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫുള്ളി അവർ ഒക്യുപ്പൈഡ് ആയതുകൊണ്ട് തന്നെ സ്വന്തം ആരോഗ്യം മറന്നുകൊണ്ടാണ്. സമയം കിട്ടുന്നില്ല സെൽഫായിട്ട് കെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്നിപ്പോൾ ഒരുപാട് സ്ത്രീകൾ സെൽഫ് കെയർ ആയിട്ട് ഒരുപാട് സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. തൈറോയിഡ് രോഗം ഇന്ന് ഒരുപാട് പേരിൽ, ഇപ്പോൾ ഷുഗർ, പ്രഷറൊക്കെ പോലെ തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസായി മാറിയിട്ടുണ്ട് തൈറോയിഡ് എന്ന് പറയുന്നത്. തൈറോയിഡ് നമുക്കറിയാം 2 തരത്തിലാണ്, ഹൈപ്പോ തൈറോയിഡും ഉണ്ട്, അതുപോലെ ഹൈപ്പർ തൈറോയിഡ് ആയിട്ടും വരുന്നുണ്ട്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നതും. അത് ഈ ഹൈപ്പോ തൈറോയിഡ് കൂടുതൽ കണ്ടുവരുന്നത് സ്ത്രീകളിലാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡ്സ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ ആക്ഷൻ കുറയുന്ന, അതായത് നമ്മുടെ മെറ്റബോളിസം ഒക്കെ കുറയുന്ന ഒരു കണ്ടീഷനാണ്. തൈറോയിഡ് ഹോർമോണുകൾ കുറയാണ്, എന്നാൽ TSH ഹോർമോൺ കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാണിക്കാം. കാരണം തൈറോയിഡ് ഹോർമോൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളിലും പല പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും ഒരു വ്യത്യാസം വന്നു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ലക്ഷണങ്ങൾ
ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ അതിൽ വരുന്നതാണ് അമിതമായിട്ടുള്ള വണ്ണം. ഹൈപ്പോതൈറോയിഡ്സ് ഉള്ള ആളുകൾ അവർ എത്ര ഫുഡ്, പല പേഷ്യൻസും പറയാറുണ്ട്, ഡോക്ടർ എത്ര ഫുഡ് കൺട്രോൾ ആക്കിയിട്ട് എത്ര എക്സസൈസ് ചെയ്തിട്ടോ നോർമൽ ആവുന്നില്ല, വെയിറ്റ് കുറയുന്നില്ല, ഇനി എന്താ ചെയ്യുക എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഹൈപ്പോതൈറോയിഡ് കണ്ടീഷനിലും അതുപോലെ PCOD കണ്ടീഷനിലൊക്കെ അങ്ങനെയാണ് വരുന്നത്. എത്ര ഫുഡ് കൺട്രോൾ ആക്കിയാലും ചിലപ്പോൾ കുറയാതെ നിൽക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഈ ഹോർമോൺ ഇഷ്യൂസ് കാരണമാണ്. അപ്പോൾ നമുക്ക് ആ ഹോർമോൺ ക്ലിയർ ആക്കാനുള്ള ചികിത്സ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് PCOD ആണെങ്കിലും ഈ ഹൈപ്പോതൈറോയിഡ്സും തൈറോയ്ഡ് രോഗങ്ങളൊക്കെ നമുക്ക് ഫുഡിലൂടെയും അതുപോലെ ഡയറ്റ് മാത്രം നോക്കിയാൽ പോരാ, അതിൻ്റെ കൂടെ ചികിത്സയും കൂടെ എടുക്കണം എന്ന് പറയുന്നത്. കാരണം ആ ഹോർമോണുകൾ നോർമലായി കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു വരുള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് PCODയിൽ പറഞ്ഞ പോലെ ആർത്തവ പ്രശ്നങ്ങൾ ഹൈപ്പോതൈറോയിഡ്സത്തിൽ കാണുന്നുണ്ട്. അതായത് പീരിയഡ്സ് വരാത്ത ബുദ്ധിമുട്ട് 2-3 മാസം കൂടുമ്പോഴായിരിക്കും ആർത്തവം വരുന്നത്. ആർത്തവം വരുമ്പോൾ ബ്ലഡ് നല്ല കുറവായിരിക്കും. അതുപോലെ തന്നെ പീരിയഡ് സമയത്ത് വേദന ഉണ്ടാവാറുണ്ട്. അതുപോലെ ഓവർ ബ്ലീഡിങ് വരുന്ന കണ്ടീഷനുണ്ട്. അത് കൂടുതലും ഹൈപ്പർ തൈറോയിഡിലാണ് വരാറുള്ളത്. പിന്നെ അതുപോലെ മുടി കൊഴിച്ചിൽ അനുഭവപ്പെടാം. അതുപോലെ തന്നെ മുഖത്ത് പിമ്പിൾസ് വരാറുണ്ട്. കഴുത്തിന് ചുറ്റും ബ്ലാക്ക് കളറ് വരും. അതുപോലെ തന്നെ രോമവളർച്ചയും ഇപ്പോൾ PCODയിൽ പറഞ്ഞ പോലത്തെ ഉള്ള രോമവളർച്ചയും ഈ ഹൈപ്പോതൈറോയിഡ് കണ്ടീഷനിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ലക്ഷണങ്ങൾ സെയിം ആയതുകൊണ്ട് തന്നെ ഇത് തൈറോയ്ഡ് രോഗമാണോ PCOD ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് ടെസ്റ്റുകൾ കൊടുക്കാറുണ്ട്. കാരണം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളായിട്ട് വരുമ്പോൾ PCOD ഉണ്ടോ എന്നുള്ളത് നോക്കാൻ പറയാറുണ്ട്. പക്ഷേ പല ആളുകളും PCOD ഉണ്ടെങ്കിൽ പിന്നെ തൈറോയ്ഡ് നോക്കാറില്ല. പക്ഷേ രണ്ടും ഒരുമിച്ചും വരാം. PCODയും തൈറോയ്ഡും ഒരുമിച്ച് വരുന്ന കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റേജിൽ നമ്മൾ രണ്ടും നോക്കണം. TFT അതായത് തൈറോയ്ഡ് ഫംഗ്ഷൻ ടെസ്റ്റ് നോക്കണം. അതുപോലെ തന്നെ അബ്ഡോമിനൽ സ്കാൻ എടുത്താൽ നമുക്ക് PCOD ഉണ്ടോ എന്നുള്ളതും അറിയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കേസ് നമുക്ക് PCOD ഉണ്ട് അല്ലെങ്കിൽ തൈറോയ്ഡ് ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്ലാൻ കൊടുക്കും. അതായത് ഇപ്പോൾ ഫുഡിൽ ഉള്ള മാറ്റങ്ങൾ വരുത്തേണ്ടത്. ഇപ്പോൾ കൂടുതലും PCOD ഉള്ള ആളുകൾ നമ്മൾ ഷുഗർ ഒഴിവാക്കാനാണ് പറയാറുള്ളത്. അതായത് ഒരുപാട് മധുര പലഹാരങ്ങൾ, അതുപോലെ തന്നെ സോഡ പോലെയുള്ള മധുരപാനീയങ്ങൾ, അതുപോലെ തന്നെ കേക്ക്, പേസ്ട്രി പോലെയുള്ള ഫുഡുകളൊക്കെ പരമാവധി ഒഴിവാക്കുക. അതുപോലെ തന്നെ ജങ്ക് ഫുഡുകൾ, അതുപോലെ അരിഭക്ഷണം തന്നെ കുറക്കാൻ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വണ്ണം മാറ്റം വരുത്താൻ പറ്റാറുണ്ട്. അമിത വണ്ണമുള്ള ആളുകളിൽ അതിൻ്റെ കൂടെ ചികിത്സയും കൂടെ ആകുമ്പോൾ പീരിയഡ്സ് കാര്യങ്ങളൊക്കെ നോർമലായിട്ട് വരും. അത് വരാറുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മളിപ്പോൾ ഹോർമോൺ ഗുളികകളൊന്നും അല്ല കൊടുക്കുന്നത്. നോർമൽ ഈ മെഡിസിൻസ് കൊടുക്കുമ്പോൾ തന്നെ അവർ കൃത്യമായിട്ട് എല്ലാ മാസവും പീരിയഡ്സ് ആവാറുമുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ PCODക്ക് പറയൽ 3 to 6 months മെഡിസിൻ എടുക്കാനാണ് പറയൽ. അതെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ എക്സസൈസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്താൽ തന്നെ അത് നോർമൽ രീതിയിൽ എത്താറുണ്ട്. അതുപോലെ തന്നെയാണ് തൈറോയ്ഡ് രോഗത്തിനും. തൈറോയ്ഡ് ഉള്ള ആളുകൾ ഈ നേരത്തെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ അമിതവണ്ണം ശരിക്കും അത് സ്ത്രീകളെ വല്ലാതെ അഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. പുറത്തേക്ക് ഇറങ്ങുന്നത്, മറ്റൊരാളെ ഫേസ് ചെയ്യുന്നത്, അതൊക്കെ അവരെ കോൺഫിഡൻസിനെ ബാധിക്കുന്നതിനൊക്കെ ഒരുപാട് കാരണമാവാറുണ്ട്. അതുമാത്രമല്ല ഭർത്താവിൻ്റെ മുമ്പിൽ അവർക്ക് നല്ലൊരു വസ്ത്രം അണിഞ്ഞ് നിൽക്കുന്നതിലുമൊക്കെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവരെ വല്ലാതെ അതൊരു അപകർഷതാബോധത്തിലേക്ക് നയിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ കപ്പിൾസിൻ്റെ ഇടയിൽ ഒരുപാട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഒക്കെ വരുന്നത് ഇതെല്ലാം വളരെ കോമൺ ആയിട്ടുണ്ട്. ഈവൻ മുടി കൊഴിച്ചിലാണെങ്കിലും പിമ്പിൾസ് ആണെങ്കിലും ഇതെല്ലാം അവനവൻ്റെ ബ്യൂട്ടിയെ ബാധിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ശരീരപ്രകൃതിനെ അത് വല്ലാതെ ബാധിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ സെക്ഷൽ ലൈഫിനെ നന്നായിട്ട് അത് അവർ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ ലൈംഗിക താല്പര്യക്കുറവുണ്ടാവാറുണ്ട്. ഇപ്പം ഇനി വജൈനൽ ഡ്രൈനസ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ലൂബ്രിക്കേഷൻ്റെ അളവ് അവിടെ കുറയാണ് അല്ലേ. അപ്പോൾ ലൂബ്രിക്കേഷൻ കുറയുന്ന സമയത്ത് അവർക്ക് സെക്ഷലി ബന്ധപ്പെടുന്ന സമയങ്ങളിലൊക്കെ അവർക്ക് പെയിൻ വരാറുണ്ട്. അപ്പോൾ അത് വല്ലാതെ അവരെ അതിന്ന് വേണ്ടാന്നൊരു തോന്നല്, അല്ലാന്നുണ്ടെങ്കിൽ സെക്സ് വേണ്ടാന്നുള്ളൊരു തോന്നലിലേക്ക് എത്തിക്കാറുണ്ട്. അതെ, തീർച്ചയായിട്ടും അത് പേടിക്കുന്നവരുണ്ട്. ഇനിയൊരു ബന്ധം വേണ്ട, അല്ലാന്നുണ്ടെങ്കിൽ അവർ നിർബന്ധിക്കുന്ന സമയത്ത് പോലും അത് ചെയ്യാൻ താല്പര്യമില്ലാതെ അവർ മാറി നിൽക്കുന്ന ഒരവസ്ഥ. അത് കൂടുതൽ പിന്നെ ഭർത്താക്കന്മാരിലേക്ക് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് അവർ വന്ന് കംപ്ലൈൻ്റ് ആയിട്ട് പറയുമ്പോഴും പിന്നെ കേസ് എടുക്കുമ്പോഴാവും കാര്യങ്ങൾ അറിയുന്നുണ്ടാവും ഇത് ഭാര്യയിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത്. ഇപ്പോൾ അൺമാരീഡ് ആയിട്ടുള്ള, അതായത് മാരേജ് കഴിയാത്ത സ്ത്രീകളും പലപ്പോഴും ഇപ്പോൾ PCOD ഒക്കെ ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ അവർ കൂടുതൽ കോൺഷ്യസ് ആവാറുള്ളത് ഈ ഒരു കാര്യത്തിലാണ്. അവർ നമ്മുടെ സെക്ഷൽ ലൈഫിനെ അത് ബാധിക്കും എന്നുള്ളത് പല പേഷ്യൻസും ചോദിക്കാറുണ്ട്. അത് പീരിയഡ്സിലൊക്കെ പ്രശ്നങ്ങളുണ്ട്, അതുപോലെ അമിത വണ്ണൊക്കെ ഉണ്ടാവും, അവർ കൂടുതൽ കോൺഷ്യസ് ആവും. അതുപോലെ തന്നെ അത് ഇൻഫെർട്ടിലിറ്റി പോലെ വന്ധ്യതയിലേക്കൊക്കെ നയിക്കും എന്നുള്ളത് ചോദിക്കാറുണ്ട്. സെക്സിലുള്ള താല്പര്യക്കുറവ് കൊണ്ട് തന്നെ ചില ആളുകൾ ഒട്ടും ചിലപ്പോൾ പെനിട്രേഷൻ തന്നെ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആളുകളിലായിരിക്കും ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇൻ ഡീറ്റെയിൽ ചോദിക്കുന്ന സമയത്ത് അവിടെ സെക്സ് നടന്നിട്ടുണ്ടാവില്ല, പക്ഷെ മാരേജ് കഴിഞ്ഞിട്ട് കുറച്ച് കാലമായിട്ടുണ്ടാവും. അതെ, അപ്പോൾ ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുന്നവരുടെ ഹോർമോണൽ ഇംബാലൻസോ അല്ലാതെ മെൻസ്ട്രൽ ഹിസ്റ്ററിയോ ഒക്കെ ചോദിക്കുമ്പോൾ അതെല്ലാം നോർമലായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും കാണിക്കുന്നുണ്ടാവില്ല. പിന്നീടായിരിക്കും നമ്മൾ ഈ ഒരു കോൺടാക്റ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ ഇൻ്റർകോഴ്സ് നടന്നിട്ടില്ല എന്നുള്ളത് അവർ തിരിച്ചറിയുന്നത്. ആക്ച്വലി അവിടെ ഒരു കൗൺസിലിങ്ങിൻ്റെ അത്യാവശ്യമേ ഉണ്ടായിരിക്കുള്ളൂ. അതൊരു താല്പര്യക്കുറവ് കൊണ്ടൊക്കെ വരുന്നതാവാം. അത് നമുക്കൊരു കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അത് നോർമലാവും ചെയ്യാറുണ്ട്.